ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ 5:30 എണീറ്റിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇന്നൊരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് കുറേ സംഭവങ്ങളുണ്ട്. രാവിലെ തന്നെ പോകട്ടോ സ്ഥലം വരെ. പോകണം എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട്, ഒരു വാക്കത്തോണുണ്ട്. കുറേ ദൂരമുണ്ട് ഇവിടുന്ന് പോകാൻ. ഞാൻ ഭയങ്കര ക്രേസിയാണ്. എനിക്ക് ഈ വാക്കത്തോണ്, മാരത്തോൺ ഇതിനൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഗായ്സ്, രാവിലെയാണ്. റോഡ് കണ്ടോ, ശൂന്യമാണ്, ഒരു മനുഷ്യനില്ല. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ നേരിട്ട് പോകുന്നത്. കാരണം എനിക്ക് ഇവിടെ പോയിട്ട് വേണം, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് 3 ട്രെയിൻ കയറിയിട്ട് വേണം പോകാം കേട്ടോ. അതായത് ഞാൻ നിൽക്കുന്നത് നവി മുംബൈയിലാണ്. അവിടെ താനെയിലോട്ട് പോകണം. താനെ ടു ദാദർ ടു ബാൻഡ്ര. അപ്പോൾ ടിക്കറ്റൊക്കെ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ മോനെ എന്നെ പലതവണ TTR പൊക്കിയതാണ്, അന്നൊക്കെ ഫൈൻ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് റഷ് ഇല്ലയെന്ന് വിചാരിച്ചു കേട്ടോ. എവിടെ മുംബൈയിൽ എങ്ങനെ നോക്കിയാലും റഷാണ്. അത് രാവിലെ ആയാലും രാത്രി ആയാലും എന്ത് നട്ടപ്പാതിരായാലും പുലർച്ചെയാണെങ്കിലും റഷിനൊരു കുറവുമില്ല. അത്രയും ആൾക്കാരുള്ള ഒരു സിറ്റിയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് സമയം അറിയാം, ഏകദേശം എത്ര സമയത്ത് നമ്മളവിടെ എത്തേണ്ടതെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഏകദേശം ആ ടൈം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒരുപാട് അങ്ങോട്ട് നേരത്തെ ഇറങ്ങിയിട്ടുമില്ല. അങ്ങനെ ഞാൻ താനയിലെത്തിയിട്ടുണ്ട്. താനയിൽ നിന്ന് ദാദറിലോട്ട് പോവുകയാണ് കേട്ടോ. ദാദറിലോട്ട് പോവുകയാണ്. പോകുമ്പോഴൊക്കെ ഭയങ്കര റഷ് കാരണം ആൾക്കാരൊക്കെ ഇടിച്ചിട്ടാണ് പോണത്. ആൾക്കാർ എന്നെ ഇടിക്കുന്നുണ്ട്, പലപ്പോഴും ഞാൻ അവരെ ഇടിക്കാറുണ്ട് അറിയാതെ കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ദാദറിന്ന് ഇനിയിപ്പോൾ ഞാൻ ദാദറിന്ന് ഇങ്ങോട്ട് പോകണം. എനിക്ക് ബോറിവല്ലി ട്രെയിനിൽ കയറിയിട്ട് വേണം എനിക്ക് ബാൻഡ്ര ഇറങ്ങാൻ. അപ്പോൾ ട്രെയിനിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു, കാരണം അത്രയും തിരക്കായിരുന്നു. അവിടുന്ന് എനിക്ക് ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയും റഷ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി റഷായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ട്രെയിനിലൊക്കെ കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ കിട്ടി. അവിടുന്ന് അങ്ങോട്ട് ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ എത്തി, ബാൻഡ്ര എത്തി കേട്ടോ. ബാൻഡ്ര സ്ഥലത്താണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. R2 ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് വാക്കത്തോൺ നടക്കുന്നത്. എൻ്റെ 4ാമത്തെ പരിപാടി ആയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാനിതേപോലെ മാരത്തോൺസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വാക്കത്തോണിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോക്കാരവിടെ ഉണ്ടായിരുന്നു. പുള്ളിൻ്റെ കൂടെ അങ്ങനെ കയറി. ഇവരെല്ലാവരും അങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ കയറി യാത്ര ചെയ്യാം കേട്ടോ. അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. ജസ്റ്റ് ഞാൻ ഒരു 15 മിനിറ്റ് ലേറ്റാണ്, കാരണം പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും അവിടെ ഒരു അരമണിക്കൂർ മുമ്പ് എത്തണം എന്നാണ്. പക്ഷേ ഞാൻ 15 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഇവിടെ എന്തോ സൂംബ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് നടക്കണം തന്നെയാണ്. എല്ലാ വാക്കത്തോണിലും മാരത്തോണിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാൻ പോയിട്ട് എൻ്റെ ബിബു, എൻ്റെ ടീഷർട്ടൊക്കെ കളക്ട് ചെയ്തു, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം പോയിട്ട് അതാട്ടോ ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് ആൾക്കാരെ കാണുള്ളൂ, കാരണം ഇത് ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് 1 രൂപ പോലും കൊടുക്കണ്ട. സാധാരണ എല്ലാ മാരത്തോണിലും വാക്കത്തോണിലൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് പോവാറ്. അപ്പോൾ ഇതിന് നമുക്ക് 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഫ്രീ ആയിരുന്നു. എനിക്കിത് ഓൾറെഡി ഒരു മെയിൽ വന്നതാണ്. ഞാൻ അതിന് മുമ്പ് ഒരുപാട് മാരത്തോൺസിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇതെനിക്ക് അങ്ങനെ ഒരു മെയിൽ വന്നത്, ഫ്രീ ഓഫ് കോസ്റ്റ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടീഷർട്ടാണെങ്കിലും അവരുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഹിമാലയാണ് ഇതെല്ലാം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്ലാഗ് ഓഫിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാ സെറ്റിങ്സും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഇഷ്യൂസിന് വേണ്ടി മെഡിക്കലുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, പിന്നെ ഫുഡ്, എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ നോമ്പൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കൺട്രോൾഡാണ്, നല്ല കൺട്രോൾഡ് ആട്ടോ ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആളുകളൊക്കെ എവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാട്ടോ. തൊട്ടടുത്തേക്കുന്ന ഒരു പയ്യനടുത്ത് സംസാരിച്ചപ്പോൾ അവൻ ഏതൊരു കമ്പനി, JP Morgan കമ്പനിയിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വേണം നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇത് തന്നെയാണ് എൻഡ് പോയിൻ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കണ്ടോ, തുടങ്ങാനുള്ള എല്ലാത്തിലുമാണ്. ഇനി ഏകദേശം മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. അവരങ്ങ് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ട് ഉന്തും തള്ളുമായിട്ട് അങ്ങ് പോകും. അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ മൈൻഡ് ആക്കൂല, അങ്ങനെയാണ്. അപ്പോൾ കൗണ്ട് ഡൗണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ വീഡിയോ എന്തായാലും എടുക്കണമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ക്യാമറയും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സംഭവം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഓട്ടമല്ല കേട്ടോ, വാക്കത്തോണാണ്. പക്ഷേ എല്ലാവരും കിടന്ന് ഓടുന്നു. ഞാൻ വിചാരിച്ചു എന്താ എല്ലാവരും ഓടുന്നതെന്ന്. കാരണം മാരത്തോൺ എന്ന് പറഞ്ഞാലാണ് ഓട്ടം, വാക്കത്തോൺ നടന്നു പോകേണ്ടതാണ്. പക്ഷേ ഈ എല്ലാവരും ഓടുന്നത് കാരണം അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. കാരണം ബാക്കിൽ നടക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവരും കിടന്ന് ഓടാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഏകദേശം നല്ല രീതിയിൽ നടന്ന് ഏകദേശം ആ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടോപ്പ് ആൾക്കാർ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പ് തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നടക്കുക വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മാക്സിമം സ്പീഡിലും എഫേർട്ടിലും ഞാൻ നടക്കുന്നുണ്ട്. കൂടെ നടക്കാനൊരു പട്ടിയുണ്ട് കേട്ടോ. ഇവന് നമ്മളെ കൂടെ തന്നെ ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്. അങ്ങനെ ആളുകളൊക്കെ ഏകദേശം നടന്ന് ഫ്രണ്ടിലെത്തിയിട്ട് ഞാൻ മാക്സിമം ആൾക്കാരെ ഇടയിൽ കൂടെ കയറി മുന്നിലെത്താൻ വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരാളെ പരിചയപ്പെട്ടു കേട്ടോ. ഞാൻ നടക്കുന്നതിനിടയിൽ ഒരു ചെക്കനെ പരിചയപ്പെട്ടു, 20 വയസ്സായ ചെക്കനെ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായി നടത്തം. ഞങ്ങൾ കഥയും പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ ഓരോ ഗോസിപ്പ് അടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പഴമുണ്ട്, ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് കുടിക്കാൻ. അപ്പോൾ ഈ എൻ്റെ കൂടെ നിൽക്കുന്ന പയ്യനായിട്ടോ, അത് ഞാൻ പറഞ്ഞു 20 വയസ്സായ ചെക്കൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവനാണ് എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഓരോ കഥയൊക്കെ പറയുന്നുണ്ട്. അവന് ഇംഗ്ലീഷൊന്നും അധികം അറിയില്ല, പക്ഷെ അവന് ഹിന്ദി അറിയാം. എനിക്ക് പിന്നെ അധികം ഹിന്ദി അവൻ്റെ അത്രയും അറിയില്ലെങ്കിലും ഞാൻ ഇംഗ്ലീഷ് തന്നെ മാനേജ് ചെയ്തു. ധീരു അംബാനിൻ്റെ സ്ക്വയറായിട്ടത്. ഇത് കണ്ടപ്പോൾ എടുക്കണം തോന്നി. കാണാത്ത ആൾക്കാർ ഇത് കാണുക, കാരണം ഇതൊക്കെ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ വീഡിയോസിലൊക്കെ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പം ഇതാണ് എൻഡ് പോയിൻ്റ് കേട്ടോ. എൻഡ് പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട്. എൻഡ് പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കണം, നമ്മുടെ ബാഗ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ച് പോകുന്നു. നമുക്ക് ഹിമാലയത്തിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഹിമാലയത്തിൻ്റെ പ്രൊഡക്ട്സ് ഇഷ്ടം പോലെയാണ് തന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം അവർ എന്തൊക്കെ തന്നെന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ടാണ് ഈ ക്യൂ കേട്ടോ. ഡ്രിങ്ക്സ്, നമുക്ക് ഹിമാലയൻ ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നോമ്പെടുത്തുകൊണ്ട് ഇതൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇതിലെന്തൊക്കെയാണ് ഫുഡെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്കൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ആ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, നമ്മളൊരു ഫ്രണ്ടിന്. അപ്പോൾ ഇതിൽ അവർ കേസരി ഉണ്ട്, ഉപ്പുമാവുണ്ട്, പിന്നെ എന്തോ ഒരു സാധനം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കിഴങ്ങൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ പാവ്. മുംബൈയിൽ പാവ് വിട്ടിട്ടൊരു കളിയില്ല മക്കളെ. പാവും ചമ്മന്തിയും, അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഫുഡ് ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരന് കൊടുത്തു കേട്ടോ. ചമ്മന്തിയാണ് കേട്ടത്, ചമ്മന്തി, ആ ചുവപ്പുള്ള ചമ്മന്തിയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യണേ ഞാൻ കണ്ടു, ആൾക്കാർ കൊണ്ടുപോയി തട്ടുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഫുഡ് ഇഷ്ടം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ആവശ്യത്തിന് കഴിക്കുന്ന അത്ര എടുക്കുക, അല്ലെങ്കിൽ എടുക്കേണ്ടത്. എത്ര ഫുഡ് അവർ വേസ്റ്റ് ചെയ്തെന്ന് അറിയാം, അവിടെ കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടാൻ. അങ്ങനെ ചെയ്ത് എനിക്കെന്തോ പോലെ ആയിപ്പോയി. കാരണം നമ്മളൊക്കെ നോമ്പെടുത്ത് നിൽക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് നടന്ന് പോകാം, ഓട്ടോയ്ക്ക് പോകണ്ട, അവിടെ അടുത്താണ് പറഞ്ഞു. ഇത്രയും നമ്മൾ വാക്കത്തോടെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നടന്നുകൂടെയെന്ന്. ഇതൊരു സംഭവം കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ എല്ലാം കൂടെ വെച്ചിട്ട് അവർ ചെയ്തൊരു സംഭവമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് എടുക്കാൻ തോന്നി, എങ്കിൽ എടുത്താണ്. അങ്ങനെ ബാൻഡ്ര സ്റ്റേഷനിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനാണെന്ന് തോന്നത്തില്ല, ഒരു പാലസ് ലുക്കാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ടിക്കറ്റ് കൗണ്ടർ ആട്ടോ അത് പറഞ്ഞിട്ടുണ്ട്. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന് 20 വയസ്സാണെങ്കിൽ ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ കഥയൊക്കെ എന്നോട് പറഞ്ഞു ഈ നടത്തത്തിൻ്റെ ഇടയിൽ. പക്ഷെ ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞു എനിക്ക് 34 വയസ്സായടാ, എനിക്കിതുവരെ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അവൻ പറയാണ് എന്താ പറയുക ബ്രോ, ഇത് അവൾ നല്ല കുട്ടിയാണ്, അവളാണ് ഇവൻ്റെ എല്ലാ ചിലവും നോക്കുന്നത്. ഞാൻ പറഞ്ഞു എടാ 2K കിഡ്സിനൊക്കെ പെണ്ണ് കിട്ടും, നമുക്കതൊന്നും ഇല്ലടാന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചുള്ള യാത്രയിലാട്ടോ ഗൈസ്, തിരിച്ച് ഞാൻ അങ്ങോട്ട് പോരുകയാണേ. അപ്പോൾ ഗൈസ് എനിക്ക് കിട്ടിയ സാധനം കേട്ടോ, ഇത് മെഡലാണ്. മൈൻഡ്ഫുൾ സ്ട്രൈഡ്സിൻ്റെ 5 കിലോമീറ്ററിൻ്റെ മെഡലാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹിമാലയ വെൽനെസ് ആണ് കേട്ടോ, ഹിമാലയുടേതാണ്. പിന്നെ അവരെ കിറ്റ് ഉണ്ട്, ഗുഡി ബാഗ്, അതിലെന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഹിമാലയൻ്റെ പ്രൊഡക്ട്സ് മാത്രമായിട്ടുള്ളത്, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അവരുടെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗ്രീൻ ടീ, നമ്മളെ ലെമൺ ടീ ഗ്രീൻ ടീ ആ സംഭവമാണ്, ഹിമാലയയുടെ തന്നെയാണ്. നല്ല വില കൂടിയ സാധനങ്ങളാട്ടോ അതൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാൻ ഭയങ്കര പാട് ഗൈസ്. ഇത് ടിഷ്യൂ ആണ്, വൈപ്സ് ഹിമാലയയുടെ തന്നെയാണ്, എല്ലാ ഹിമാലയ സാധനങ്ങളാണ്.
പിന്നെ സ്പ്രേ, നമ്മളെ പെയിൻ സ്പ്രേ, നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഓടിയത് നടന്നൊക്കെ അല്ല, അതുകൊണ്ട് നല്ല വേദന ഉണ്ടാവും, അപ്പോൾ അതിനുള്ള സ്പ്രേ ആണ് കേട്ടോ അത്. പിന്നെ അവർ തരുന്ന സാധനം ബോഡി ലോഷനാണ് ഹിമാലയയുടെ. അപ്പോൾ ഈ സഞ്ചിൻ്റെ അകത്തുനിന്ന് സാധനം വലിച്ചെടുക്കാൻ ഭയങ്കര പാട്. പിന്നെ ഒരു ഫേസ് വാഷ് ഉണ്ട്, ഹിമാലയയുടെ ഫേസ് വാഷ് നീമിൻ്റെ. അപ്പോൾ ഒരുപാട് സാധനങ്ങളില്ല, പക്ഷേ ആവശ്യത്തിനുള്ളൊരു 5-6 ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ലിപ് ബാമും ഉണ്ട്. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇതൊക്കെ യൂസ്ഫുൾ സാധനങ്ങളാണ് കേട്ടോ. സത്യത്തിൽ നല്ല ഒരു വൃത്തിയായിട്ടുള്ള സാധനങ്ങളാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ.